അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ റൈറ്റ് ടു ഫ്രീഡം എന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ്. റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രീഡം, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രീഡത്തിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതിൽ. അപ്പോൾ നമ്മൾ ടുഡേ വി ആർ ഗോയിങ് ടു എക്സ്പ്ലെയിൻ അബൌട്ട് ദ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഇത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഈസ് വൺ ഓഫ് ദ ബ്രാഞ്ചസ് ഓഫ് ദ റൈറ്റ് ടു ഫ്രീഡം അല്ലേ. റൈറ്റ് ടു ഫ്രീഡത്തിലെ ഒരു കാറ്റഗറിയാണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം, ചൂഷണം ചെയ്യപ്പെടാതിരിക്കാനുള്ള അവകാശം ഒരു ഇന്ത്യൻ പൗരനുണ്ടായിരിക്കേണ്ട ഒരു മൗലികമായിട്ടുള്ള അവകാശം. ആർട്ടിക്കിൾ 23 to 24, ആർട്ടിക്കിൾ 23, ആർട്ടിക്കിൾ 24 ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആർട്ടിക്കിൾ. അപ്പോൾ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊഹിബിറ്റ് ദ ട്രാഫിക് in human beings and beggar and other similar forms of forced labor. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യക്കടത്ത്, അതുപോലെ തന്നെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന ചൂഷണം. അതൊരു ചൂഷണമാണല്ലോ. മനുഷ്യക്കടത്തുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വേറെയുള്ള സ്ഥലങ്ങളിലേക്ക് ജനങ്ങളെ കൂട്ടത്തോടുകൂടെ കുറഞ്ഞ വേതനത്തിൽ ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോവുക. അപ്പോൾ അത് ശരിക്കും അവർക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അവിടെ ഹനിക്കപ്പെടുകയാണ്. അപ്പോൾ അത് അവരെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. ഫോഴ്സ്ഡ് ആയിട്ടുള്ള ലേബറും അതുപോലെ തന്നെ ബെഗർ, യാചന അല്ലേ. വേറൊരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് തനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്യണതാണ് ചൂഷണം എന്ന് പറയുന്നത്. അപ്പം പ്രൊഹിബിറ്റ്സ് ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യക്കടത്ത് എന്നാണ് അവിടെ ഉദ്ദേശിച്ചാണ്. ബെഗർ ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ, ഇത് എന്തിൽ പെടുന്നതാണ്? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷനിൽ വരുന്നതാണ്. ഇനി അതിൽ വരുന്ന രണ്ടാമത്തെ ഒരു പാർട്ട് എന്താ വെച്ചാൽ, പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ ഓർ ഇൻ എനി അതർ ഹസാർഡസ് എംപ്ലോയ്മെൻറ്റ്. ബാലവേലനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും ഫാക്ടറികളിൽ, അതുപോലെ തന്നെ മൈന് അല്ലേ, മൈനുകളിലോ കൽക്കരി ഖനികളിലൊക്കെ ഉണ്ടല്ലോ ജോലി ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ എനി അതർ ഹസാർഡസ് എംപ്ലോയ്മെൻറ്റ്, അവർക്ക് ആപത്ത് വരുത്തുന്ന, അവർക്ക് അഭിലഷണീയമല്ലാത്ത രൂപത്തിലുള്ള ചുറ്റുപാടിൽ അവരെ നിർബന്ധിച്ച് തൊഴിൽ ചെയ്യിപ്പിക്കുക. ബിലോ ദ ഏജ് ഓഫ് 14, 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ, ഇതും എന്തിൽ പെടുന്നതാണ്? ഇത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്, ചൂഷണം ചെയ്യുക. അപ്പോൾ ഇത് രണ്ടു കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 20 ഇതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിൾ 23, 24 ആണെന്ന് പറഞ്ഞല്ലോ. ആർട്ടിക്കിൾ 23 എന്തിനെ കുറിച്ചാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഹിബിറ്റ് ദ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ബെഗർ ആൻഡ് അതർ സിമിലർ ഫോംസ് ഓഫ് ഫോഴ്സ്ഡ് ലേബർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാഫിക് ഇൻ ഹ്യൂമൻ ബീയിങ്സും അതുപോലെ തന്നെ ബെഗ്ഗിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ഇത്, ആർട്ടിക്കിൾ 23. ഇനി നെക്സ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 24, പ്രൊഹിബിറ്റ് ദ എംപ്ലോയ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 ടു വർക്ക് ഇൻ എനി ഫാക്ടറി ഓർ മൈൻ ഓർ എനി അതർ ഹസാർഡസ് എംപ്ലോയ്മെൻറ്റ്. കുട്ടികളെ ബാലവേല നിരോധനം, അതിനെ കുറിച്ചിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഒരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല നിരോധനം, ചൈൽഡ് ലേബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചിലപ്പം ചോദിക്കാം, വൺവേഡൊക്കെ ആയിട്ട് ചോദിക്കാം. ആർട്ടിക്കിൾ 24 കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാൻ പോകുന്ന റൈറ്റ് ടു ഫ്രീഡം ഏതാണെന്ന് വെച്ചിട്ട്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ അല്ലേ. റിലീജിയൻ, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ. അപ്പോൾ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്ടുകളുണ്ട്. അപ്പോൾ ഈ റൈറ്റ് ടു ഫ്രീഡത്തെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ ബേസിസ് ഓഫ് സെക്യുലർ ക്യാരക്ടർ ഓഫ് ഇന്ത്യ. ഈ റൈറ്റ് ടു ഫ്രീഡത്തിനെ പറ്റി പറയുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗം എടുത്ത് പറയുന്നത്? ഇറ്റ്
ഓൺ ദ ബേസിസ് ഓഫ് ദ സെക്യുലർ ക്യാരക്ടർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മതേതര സ്വഭാവം ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടെ പ്രകടമാകുന്നത് അല്ലേ. ഇന്ത്യ ഒരു സെക്യുലർ കൺട്രിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പാർട്ട് ഫ്രീഡം എന്ത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്. ഓക്കെ, ഇനി റൈറ്റ് ടു ഫ്രീഡത്തിൽ വരുന്ന ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രൊഹിബിറ്റ് ഇമ്പാർട്ടിംഗ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നത്, പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എന്ത് ചെയ്യുന്നില്ല, ഈ മതപരമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പാടില്ല. അത് കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന ഒരു ഫ്രീഡമാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പ്രൊഹിബിറ്റ്സ് പേയിങ് ടാക്സ് ഫോർ ദ പ്രൊമോഷൻ ഓഫ് മെയിൻ്റനൻസ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. ഏതെങ്കിലും ഒരു റിലീജിയനെ നമുക്ക് അതിൽ വിശ്വസിച്ച് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് ടാക്സ് കൊടുക്കുക. അതെന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കാത്തൊരു കാര്യമാണ്. ടാക്സേഷൻ, ഗവൺമെൻറ് സ്റ്റേറ്റിന് നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട് പല കാര്യത്തിനും. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, ഈ റിലീജിയസ് കാര്യത്തിന് മെയിൻ്റനൻസിന് എന്ത് ചെയ്യാൻ പാടില്ല, ടാക്സ് വാങ്ങാൻ പാടില്ല. അങ്ങനത്തെ ഒരു പ്രൊസീജിയർ ഇല്ല. നെക്സ്റ്റ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫെയർസ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ. അതായത് ഓരോ മതപരമായ കാര്യങ്ങളിൽ ഓരോ വ്യക്തിക്കും തൻ്റേതായ കാര്യങ്ങളിലും കാഴ്ചപ്പാടുകളിലൊക്കെ മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നെക്സ്റ്റ്, ഫ്രീഡം ഓഫ് കൺസൈൻസ് ആൻഡ് ദ റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ. ഓരോരുത്തർക്കും അവനവൻക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവനവൻ്റെ വിശ്വാസങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന മതത്തിൽ എന്ത് ചെയ്യാനും വിശ്വസിക്കാനും അത് പ്രാക്ടീസ് ചെയ്യാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയനിൽ വരുന്ന കാറ്റഗറീസ്. ഇനി ഇതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 25. ആർട്ടിക്കിൾ 25 പറയുന്നത് ഇറ്റ് ഗ്യാരണ്ടീസ് ടു ഓൾ പേഴ്സൺസ് ഓഫ് ഫ്രീഡം ഓഫ് കൺസേൺസ് ആൻഡ് റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അതായത് ഓരോ വ്യക്തിക്കും നേരത്തെ പറഞ്ഞ പോലെ അവനവനക്ക് ഇഷ്ടപ്പെട്ട അവനവൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്താണ് അവിടെ പരിഗണിക്കേണ്ട, എന്താണ്, സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അതായത് സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള ആ റൂൾസും റെഗുലേഷൻസും മൊറാലിറ്റിയും ഒക്കെ നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുവേണം നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഇറങ്ങേണ്ടത്. അല്ലാതെ സൊസൈറ്റിയുടെ ആ സേഫ്റ്റീനെ കളങ്കപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ റിലീജിയൻ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പാടില്ല. മനസ്സിലായല്ലോ കാര്യം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 26 ആണ്. ആർട്ടിക്കിൾ 26 ഗ്യാരണ്ടീസ് ടു റിലീജിയൻ ആൻഡ് എവറി റിലീജിയസ് ഡോമിനേഷൻ ദ റൈറ്റ് ടു മാനേജ് ഇറ്റ്സ് ഓൺ അഫെയർസ് ഇൻ മാറ്റേഴ്സ് ഓഫ് റിലീജിയൻ സബ്ജക്റ്റ് ടു പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. അതായത് ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമുള്ള എന്താണ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ഉള്ള അവകാശമുണ്ട്. പബ്ലിക് മൊറാലിറ്റിയൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് എക്സാമ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ റിലീജിയസ് ഓർ ചാരിറ്റബിൾ പർപ്പസ്. അവർക്ക് മതപരമായിട്ടുള്ള എന്ത് തുടങ്ങാം, ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ നമുക്ക് സ്ഥാപിക്കാം. അല്ലെങ്കിൽ ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഇതുപോലെ മതപരമായ ബേസിൽ നമുക്ക് സ്ഥാപനങ്ങൾ സ്ഥാപിക്കാം അല്ലേ. നമ്മൾ യതീംഖാനകളൊക്കെ സ്ഥാപിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ സ്ഥാപിക്കാം. ടെമ്പിള്, മോസ്ക്, ചർച്ച് ഇതൊക്കെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്ത് ചെയ്യണം, സബ്ജക്റ്റ് ടു ദ പബ്ലിക് മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്. പബ്ലിക്കിൻ്റെ ആ താല്പര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യണം, മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 27 പറയുന്നത് ഇറ്റ് സേസ് ദാറ്റ് നോ പേഴ്സൺ ഷാൾ ബി കമ്പൽഡ് ടു പേ ടാക്സ് ഫോർ ദ പ്രൊമോഷൻ ഓർ മെയിൻ്റനൻസ് ഓഫ് എനി പെർട്ടിക്കുലർ റിലീജിയൻ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഒരു റിലീജിയന് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ടാക്സ് കൊടുക്കാൻ പാടില്ല. സ്റ്റേറ്റിന് അങ്ങനെ ടാക്സ് വാങ്ങാനുള്ള അവകാശവും ഇല്ല എന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിലീജിയൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ടാക്സേഷൻ പ്രോസസ്സ് ഇല്ല. അതാണ് അവിടെ പറയുന്നത് ആർട്ടിക്കിൾ 27 പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ആർട്ടിക്കിൾ 28.
ആർട്ടിക്കിൾ 28 എന്താ പറയുന്നത് ചോദിച്ചാൽ പ്രൊഹിബിറ്റ് ഇമ്പാർട്ടിങ് ഓഫ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ. എന്താണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് എന്ത് ചെയ്യാൻ പാടില്ല പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബീയിങ് എ സെക്കുലർ സ്റ്റേറ്റ് ഇറ്റ് പ്രൊഹിബിറ്റ് ഇമ്പാർട്ടിങ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻ ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻറ്റെയിൻഡ് ഔട്ട് ഓഫ് ദ സ്റ്റേറ്റ് ഫണ്ട് അല്ലേ. സ്റ്റേറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഈ സ്റ്റേറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. കാരണം അതെന്താണ്, വി ആർ ഇൻ എ സെക്കുലർ സ്റ്റേറ്റ്, നമ്മളൊരു മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിൻ്റെ നേച്ചർ നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഓരോ റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾക്കും അവരുടേതായിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിലൂടെ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. പക്ഷേ അതായത് സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് പാടില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ഫ്രീഡം, റൈറ്റ് ടു ഫ്രീഡത്തിൽ പറയുന്ന അടുത്ത കാറ്റഗറിയാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് അല്ലേ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്, സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ. അത് പറയുന്നത് ഇറ്റ് എക്സ്പ്ലെയിൻ ആർട്ടിക്കിൾ 29 ആൻഡ് 30. ആർട്ടിക്കിൾ 29 30 ആണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ വരുന്ന 2 കാറ്റഗറീസ് വരുന്നുണ്ട്. ഒന്നാമത്തെ അഡ്വക്കേറ്റ് പ്രൊട്ടക്ഷൻ ടു മൈനോറിറ്റീസ് ആസ് റിഗാർഡഡ് ദെയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. അതായത് നമുക്കറിയാം പ്രൊട്ടക്ഷൻ ഓഫ് മൈനോറിറ്റീസ്, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗക്കാർ ന്യൂനപക്ഷമായിട്ട് എടുക്കൽ എന്തുകൊണ്ടാണ്, ഓൺ ദ ബേസിസ് ഓഫ് ദർ പോപ്പുലേഷൻ്റെ ബേസിസിലാണ് നമ്മളൊരു ന്യൂനപക്ഷ വിഭാഗം മൈനോറിറ്റീസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവും, അവരുടേതായിട്ടുള്ള ദെയർ ഓൺ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഉണ്ടാവില്ല, അവരുടെ സ്ക്രിപ്റ്റുകൾ ഉണ്ടാകും. അതുപോലെ തന്നെ സാംസ്കാരികപരമായിട്ടുള്ള കലാരൂപങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ലാംഗ്വേജ് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങളിൽ അവരെന്ത് ചെയ്യും, അതുകൊണ്ടാണ് അവർ മൈനോറിറ്റി ആയിട്ട് അങ്ങനെ മാറുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിനെന്ത് വേണം, പ്രൊട്ടക്ഷൻ കൊടുക്കണം. അത് കീപ്പ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ പെർട്ടിക്കുലർ മൈനോറിറ്റിക്ക്, അതിന് വേണ്ടിയിട്ടൊക്കെ സ്വാതന്ത്ര്യം എന്ത് കൊടുക്കണം, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യണം എന്ന് എവിടെ പറഞ്ഞിട്ടുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതിന് ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, തടസ്സം നിൽക്കാൻ പാടില്ല. തടസ്സം നിൽക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങളെ എന്ത് ചെയ്യണം, വയലേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് അതിൽ പറയുന്ന രണ്ടാമത്തെ ഒരു കാറ്റഗറി, ഓൾ മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ദെയർ ഓൺ ചോയ്സ്. അതായത് എല്ലാ ന്യൂനപക്ഷ വിഭാഗക്കാർക്കും എന്തുണ്ട്, അഡ്മിനിസ്റ്റർ ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദെയർ ചോയ്സ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ അവർക്ക് നിൽക്കാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് അവകാശം ഉണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം മുസ്ലിങ്ങളാണ് മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി, അതുപോലെ തന്നെ NSSൻ്റെ കീഴിൽ അല്ലേ, നായർ സർവീസ് സൊസൈറ്റിയുടെ കീഴിൽ NSSൻ്റെ കോളേജുകളുണ്ടാവും, SNDPയുടെ കീഴിൽ, അങ്ങനെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഇഷ്ടംപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്, മൈനോറിറ്റി ഗ്രൂപ്പുകൾ എസ്റ്റാബ്ലിഷ് ചെയ്ത സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിൻ്റെ അഡ്മിനിസ്ട്രേഷനിലെ കാര്യങ്ങളൊക്കെ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല, അതിന് വിലങ്ങുതടിയായിട്ട് നിൽക്കാൻ പാടില്ല. അത് അവരുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. മൈനോറിറ്റി ഗ്രൂപ്പിനെ ഉന്നമനത്തിന്, അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇപ്പോൾ NSSൻ്റെ സ്ഥാപനങ്ങളാണെങ്കിലും മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിലും അവരുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യും, ആ മൈനോറിറ്റി ഗ്രൂപ്പിന് എന്തുണ്ടാവും, ഒരു റിസർവേഷൻ ഉണ്ടാവും. അതുപോലത്തെ അവിടുത്തെ അധ്യാപക നിയമനങ്ങളിലും അതുപോലെ ആ ഒരു മൈനോറിറ്റി
ഗ്രൂപ്പിലെ അധ്യാപകർക്ക് പ്രിഫറൻസ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു പക്ഷപാതമല്ല, ആ ഒരു ഗ്രൂപ്പിനെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ ഓൾറെഡി മൈനോറിറ്റിയാണ്. സോ എഡ്യൂക്കേഷണലിയും കൾച്ചറലിയും ഒക്കെ ആയിട്ട് അവരെ ഫിനാൻഷ്യലി ഒക്കെ എംപവർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രിഫറൻസ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. ഇനി ഇത് രണ്ട് കാര്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ഞാൻ പറഞ്ഞു 29 and 30. ഇനി ആർട്ടിക്കിൾ 29 പറയുന്നത് സെയ്സ് എനി സെക്ഷൻസ് ഓഫ് സിറ്റിസൻസ് റിസൈഡിങ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ ഓർ എനി പാർട്ട് ഓഫ് thereof having a distinct language, script or culture of its own shall have the right to conserve the same. അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ നമുക്കറിയാം ഇന്ത്യ എന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, വൈവിധ്യങ്ങളിൽ നമ്മൾ ഏകതാ മനോഭാവം കാണിക്കുന്ന ഒരു വിഭാഗമാണ്. വൈവിധ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ലാംഗ്വേജ്, റിലീജിയൻസ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ ഒരു യൂണിയനിലായി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളുണ്ട്, മൈനോറിറ്റീസ്. അപ്പോൾ അവരുടെ കൾച്ചർ, അപ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ ഫെസ്റ്റിവൽ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള റിലീജിയസ് ഫെസ്റ്റിവലുകൾ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അവർ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഭരണഘടന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്ന ആർട്ടിക്കിൾ 29 തന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത് ഗ്യാരണ്ടീസ് ഈക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് അഡ്മിഷൻ ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലേ? അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈക്വാലിറ്റി ഇൻ മാറ്റേഴ്സ് അഡ്മിഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാം. അതുപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയറിൽ ഇവർക്ക് എന്ത് വേണം, ഒരു ഈക്വാലിറ്റി പ്രൊവൈഡ് ചെയ്യണം. അവർക്കൊരു റിസർവേഷൻ കൊടുക്കണമല്ലോ. കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റിൽ പറയുന്നപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കോളേജിലേക്കുള്ള ഒരു അഡ്മിഷനിലാണെങ്കിൽ മുസ്ലിം റിസർവേഷൻ, OBC റിസർവേഷൻ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്രൂപ്പിനും കൂടെ ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ട് അവരുടെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ആർട്ടിക്കിൾ 30. ഇതിൽ തന്നെ പറയുന്ന ആർട്ടിക്കിൾ 30 ഉണ്ട്. ഗ്യാരണ്ടീസ് ഓൾ ദ മൈനോറിറ്റീസ് വെദർ ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദർ ചോയ്സ്. അല്ലേ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവകാശമുണ്ട്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ പദവിയിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം, തലപ്പത്തേക്ക് ആ ഒരു വിഭാഗക്കാരെ കൊണ്ടുവരാനുള്ള ഒക്കെ അവകാശമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു ഇത് ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ന്യൂനപക്ഷ മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈനോറിറ്റീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ആർട്ടിക്കിളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ വിമോചന സമരം കേട്ടിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഫസ്റ്റ് EMS മന്ത്രിസഭയെ അധികാരത്തിൽ നിന്ന് ഇറക്കിയ ഒരു സമരം കൂടിയാണ് വിമോചന സമരം. അപ്പോൾ ഈ വിമോചന സമരത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമം ഗവൺമെൻറ് ഫസ്റ്റ് EMS സർക്കാർ എന്ത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ അഡ്മിഷൻ പ്രോസസ്സ്, അധ്യാപക നിയമനങ്ങളും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് ആക്കണമെന്ന് EMS സർക്കാർ ഒരു തീരുമാനം എടുത്തിരുന്നു. അതിനെതിരെ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലൊക്കെ നടത്തിയ ഒരു വമ്പിച്ചായിട്ടുള്ള ഒരു സമരമുറയായിരുന്നു വിമോചന സമരം. ആ ഒരു വിമോചന സമരത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ അധികാരമേറി ഏതാനും ദിവസങ്ങൾക്കൊക്കെ മന്ത്രിസഭ പിരിച്ചുവിട്ട് ഇവിടെ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടൊക്കെ സാഹചര്യം ഉണ്ടായത് വിമോചന സമരമാണ്. അപ്പം അത്രയും മൈനോറിറ്റീസിൻ്റെ ഒരു അവകാശം അവിടെ ഹനിക്കപ്പെടുന്നു. NSSൻ്റെ നേതാവാണല്ലോ മന്നത്ത് പത്മനാഭൻ. അപ്പം അവരുടെ ഒരു അവകാശം അവിടെ ഹനിക്കപ്പെടുക, ആ വിഭാഗത്തിൻ്റെ അവകാശം ഹനിക്കപ്പെടുന്നുള്ള ആ ഒരു സന്ദർഭം എത്തിയപ്പോഴാണ് അത്രയും പ്രതിഷേധം ഉണ്ടാവുകയും ഒരു സർക്കാരിനെ ഒരു ജനാധിപത്യ രീതിയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കാൻ വരെ കാരണമായത്. അപ്പം പിന്നീട് അത് പിൻവലിക്കുകയൊക്കെ ചെയ്തു.
അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് കുറേ PSC പോലുള്ള കുറേ ഘടകങ്ങളൊക്കെ ഫോം ചെയ്ത് ഗവൺമെൻറ്റിൻ്റെ നിയമനങ്ങളിൽ കുറച്ചും കൂടി സുതാര്യത ഇങ്ങനെ വരുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതത് സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ ആർട്ടിക്കിൾ 30 മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്ന ആർട്ടിക്കിൾ, അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ നമ്മൾ റൈറ്റ് ടു ഫ്രീഡത്തിലെ അവസാനത്തെ ഫ്രീഡമാണ് പറയാൻ പോകുന്നത്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഭരണഘടനാപരമായിട്ടുള്ള പൊരുത്തക്കേടുകൾ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് അതിനെതിരെ കോടതിയെ സമീപിക്കാനുള്ള അവകാശം. ഭരണഘടനാപരമായിട്ട്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് കോർട്ടിനെ സമീപിക്കാനുള്ള ഒരു റൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്രീഡമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. അപ്പോൾ ഈ ഒരു റൈറ്റിനെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് എന്താണെന്നറിയോ? ഇറ്റ് ഈസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണെന്ന് ഡോക്ടർ അംബേദ്കർ പറഞ്ഞ റൈറ്റാണ് ഏത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് കോട്ടിങ് ഹേർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഈസ് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. അതായത് ഇനി ഇത് പറയുന്നത് ആർട്ടിക്കിൾ 32 ആൻഡ് ആർട്ടിക്കിൾ 226 empowers the Supreme Court and the High Court to respectively to issue orders or writs for the enforcement of fundamental rights. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏതെങ്കിലും രൂപത്തിൽ വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരൊക്കെ സമീപിക്കാം? ഹൈക്കോടതിയെ സമീപിക്കാം. ഒരു സ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന കോർട്ടാണ് ഹൈക്കോർട്ട്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട് ഓൺ ദ ബേസിസ് ഓഫ് ആർട്ടിക്കിൾ 32. ആ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 32ലാണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ആർട്ടിക്കിൾ 32 ഹൈക്കോർട്ടിനല്ല, ആർട്ടിക്കിൾ 32 പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് സുപ്രീം കോർട്ടിന്. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം ത്രൂ ആർട്ടിക്കിൾ 32. അതിൽ ഏതാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32 ആണ്. നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ പറ്റും, അത് ആർട്ടിക്കിൾ 226 പ്രകാരമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 32 entitles the citizen of India to move the Supreme Court by appropriating proceedings for the enforcement of their right. ഒരാളുടെ റൈറ്റ്സ് നമുക്ക് എൻഫോഴ്സ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അയാൾക്ക് എവിടെ സമീപിക്കാം? സുപ്രീം കോടതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പർ കോർട്ടായിട്ടുള്ള സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഇതെവിടെ പറഞ്ഞിട്ടുള്ളത്? ആർട്ടിക്കിൾ 32. High Court of the state are also competent to issue writs for the enforcement of fundamental rights under Article 226. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് തൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെട്ടാൽ ആരെ സമീപിക്കാം? കോർട്ടിനെ സമീപിക്കാം. ഏത് കോർട്ടിനെ? ഹൈക്കോടതിയെ ത്രൂ ആർട്ടിക്കിൾ 226. ഇനി the Supreme Court under Article 32 has the power to issue direction or orders or writs, including the writs of habeas corpus, mandamus, prohibition, certiorari and quo warranto, whichever may be appropriate for the enforcement of fundamental rights. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ കോടതിയെ സമീപിക്കാൻ പറഞ്ഞു. അത് ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള റിറ്റ്സ് വഴിയാണ് നമ്മൾ കോടതിയെ സമീപിക്കുക. ആ റിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹേബിയസ് കോർപ്പസ്, അത് ലാറ്റിൻ വേർഡ്സ് ആയിട്ടാണ്. അങ്ങനെ മാൻഡമസ്, പ്രൊഹിബിഷൻ, കോ വാറൻറ്റോ, സെറിട്ടറി, ഇങ്ങനത്തെ റിറ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു റിറ്റ് മുഖേനയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കോർട്ടിനെ സമീപിക്കുക. ഓരോ ഹർജികൾ നമ്മൾ ഫയൽ ചെയ്തില്ല, റിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹർജി. അപ്പോൾ ഈ ഒരു ഹർജി ചിലത് സുപ്രീം കോടതിയിലായിരിക്കും ഫയൽ ചെയ്യേണ്ടത്, ചിലത് ഹൈക്കോടതിയിലായിരിക്കും ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഏത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലാണ് വരുന്നത്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ റെമഡീസ്. അപ്പോൾ ഇത്രയും വരെയാണ് ഇന്ന് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിറ്റ്സുകളെ പറ്റിയിട്ടാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടെ റൈറ്റ് ടു ഫ്രീഡം എന്നൊരു പാർട്ട് നമുക്ക് ഇവിടെ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.